हेलो फ्रेंड्स, वेलकम टू माय चैनल। ഞാൻ ഇന്ന് ഒരു बटर मशरूमिന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. आज हम बटर मशरूम का रेसिपी लेके आया है, दिखाएंगे कैसे। मशरूम നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മഷ്റൂം अच्छे से धो के रखा है. इसका ऊपर का छिलका निकालना है. നമുക്ക് ഇതിന്റെ മേലത്തെ ഈ തൊലി ഒന്ന് എടുക്കാം. ഇവിടുന്ന് നമ്മൾ ഇത് എടുത്തേച്ച് മുകളിലോട്ട് വലിച്ചാൽ മതി. അതിന്റെ തൊലി അങ്ങ് മാറിപ്പോകും. इसका ऊपर का छिलका निकालना है. सब ऐसे ही बनाएंगे. നമുക്ക് ഇതുപോലെ എല്ലാ തൊലി കളഞ്ഞെടുക്കാം. ഈ മഷ്റൂം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മഷ്റൂം കട്ടിങ് करके रखेंगे. 4 पीस करना है. 4 पीस ആയിട്ട് എടുക്കുക. ആദ്യം നമുക്ക് ഇതിന്റെ ചൂടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. इसका डंडा निकाल के रखेंगे. इसके बाद 4 पीस करना है. 4 പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന്റെ ചൂട് പൊട്ടിച്ചിട്ട് इसका डंडा निकाल के 4 पीस करना है. ഇങ്ങനെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഐസി സബ് കട്ടിങ് रखना है. നമ്മൾ ഇതിന്റെ ഈ നെടുപ്പും നമുക്ക് കറിക്കാറ്റ് ഇടാവുന്നതാണ്. इसका डंडा भी यूज कर सकता है. മഷ്റൂം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 250 ഗ്രാം ആണ്. 250 ഗ്രാം മഷ്റൂം लिया है. अभी थोड़ा फ्राई करना है. ഇപ്പൊ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. एक पैन रखा है, गरम हो गया. बटर मशरूम ആവുമ്പോൾ നമുക്കിത് ബട്ടറിൽ തന്നെ ഉണ്ടാക്കുന്ന ടേസ്റ്റ് എണ്ണയിൽ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. बटर मशरूम बनाने के लिए बटर चाहिए. नहीं होने से तेल में बनाने से भी चलेगा. अभी डाल दे थोड़ा बटर. നമുക്ക് ഇത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ബട്ടർ മെൽറ്റ് हो गया, മഷ്റൂം डालेंगे. നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. थोड़ा हल्का से फ्राई करना. मशरूम फ्राई ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഷ്റൂം ഫ്രൈ പോരെ. अभी हम लोग का मसाला बनाना है. നമുക്കിപ്പം മസാല ഉണ്ടാക്കാം. വേറൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. പാൻ में थोड़ा बटर डाल दे. बटर मेल्ट ആയി കഴിഞ്ഞു. बटर मेल्ट हो गया. अभी मसाला डालना है. इलायची, लौंग और दालचीनी. നമുക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട. ഒരു ചെറിയ പീസാണ് ഇതിന് എടുത്തിരിക്കുന്നത്. छोटा वाला पीस डाला है. अभी बटर में डालना है. ബട്ടറിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി, लहसुन डालना है. अदरक, ഇഞ്ചി. 3 വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത്. 3 प्याज लिया है, वो भी डालना है. 3 टमाटो, लाल वाला टमाटो, നല്ല ചുമന്ന ടൊമാറ്റോ. ഒരു പിടി കാഷ്യൂ, 1 മുട്ടി കാഷ്യൂ भी लिया है, वो भी डालना है. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे से मिक्स करना है. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലതായിട്ട് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. अच्छे से मिला के बंद करके अच्छे से पकाना है. बंद करके रखेंगे. ഒന്ന് അടച്ച് വെച്ച് നല്ലതായിട്ട് വേവിക്കാം. ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. നല്ലതായിട്ട് ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും. 5 मिनट ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. 5 मिनट हो गया. ये फ्राई करके अभी बंद करना है. अच्छे से पानी निकल जाएगा. ഇത് ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. इसमें नमक डाल रहे तब तो अच्छे से पानी निकल जाएगा. നല്ലതായിട്ട് ഉപ്പ് ഇട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ലതായിട്ട് വെള്ളം ഇതിൻ്റെ ഇറങ്ങി വരും. അപ്പോൾ നല്ലതായിട്ട് വെന്തും കിട്ടും. നമുക്ക് അടച്ച് വെച്ച് നല്ലതായിട്ട് വേവിക്കാം. നമ്മുടെ വേവിക്കാൻ വെച്ചിരുന്നത് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. अच्छे से पक गया है. अभी ठंडा करने के लिए रखेंगे. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. പാൻ ഗരം हो गया. 1 സ്പൂൺ ബട്ടർ डालना है. ബട്ടർ മെൽറ്റ് हो गया. നമ്മുടെ ബട്ടർ നല്ലതായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മസാല പൗഡർ ഇടാം. നമുക്ക് മസാല പൗഡർ डालना है. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ധനിയ പൗഡർ 1 ടീസ്പൂൺ, ഹൽദി പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾ പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇടാം. 1/2 ടീസ്പൂൺ ഗോൾമിർച്ചി का പൗഡർ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല പൗഡർ എല്ലാം നല്ലതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. മസാല പൗഡർ ഫ്രൈ हो गया. ഇവിടെ ഓഫ് करना है. നമുക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞു. നമ്മൾ बना के रखा है मसाला अच्छे से ठंडा हो गया. നമുക്കിത് അരച്ചെടുക്കാം. मसाला ठंडा हो गया. अच्छे से पीस के आएंगे.
ഇതിനകത്തെ ഇത് കഴുകിയിട്ട് അതിന്റെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇവിടെ പാനി भी डाल के पीसेंगे. നമ്മൾ അരച്ച് വെച്ചിരുന്ന മസാലയാണ് पीस के रखा है वो ഈ മസാല में डालेंगे. ഫ്രൈ करके रखा है वो मसाले में डालेंगे. നല്ലതായിട്ട് അരക്കണം. അച്ചത്തെ പീസിനെ थोड़ा पानी भी डालेंगे. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് അരച്ച് എടുക്കുക. पानी भी डाल के अच्छे से मिला के ഫ്ലെയിം ഓൺ ചെയ്യാം. अभी फ्लेम ऑन करना है. രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല दोनों अच्छे से मिक्स करना है. നമുക്ക് 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 5 മിനിറ്റ് थोड़ा ഫ്രൈ करना है. ഇപ്പോൾ നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞ് 5 മിനിറ്റായി. നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞ് अच्छे से ഫ്രൈ हो गया. अभी थोड़ा पानी डालना है. നമുക്ക് കുറച്ച് ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. कितना पानी चाहिए वही डालना है. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. अच्छे बॉईल होना चाहिए. मसाല നല്ലതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. मसाला अच्छे से बॉईल होने के लिए शुरू किया. अभी हम लोग फ्राई करके रखा है वो मशरूम डालना है. നമ്മൾ വഴറ്റി വെച്ചിരുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മസാല എല്ലാം മഷ്റൂമെ പിടിക്കാൻ വേണ്ടിയിട്ട് अच्छे से मशरूम में मसाला पकड़ने के लिए 5 मिनट बंद करके फुल फ्लेम में डाल के रखेंगे. फुल फ्लेमिൽ ഇട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. मशरूम इटिട്ട് 5 मिनट आए. 5 मिनट हो गया. मशरूम डाल के अच्छे से मिलाएंगे. फ्रेश क्रीम 2 टेबल स्पून डालना है. 2 टेबल स्पून फ्रेश क्रीम ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കണം. അച്ചസെ പ്രകടിക്ക് ഡാലന. കസൂരി മേത്തി ഒരുപാട് ഇല ഉണങ്ങിയതാണ്. അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി ധനിയപ്പത്ത മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് थोड़ा ധനിയപ്പത്ത डालेंगे. നന്നായിട്ട് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യും. अच्छे मिक्स करके ऑफ करना है. ഇതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. सर्विंग डिश में डाल दो. मशरूम करी हम धनिया पत्ता और क्रीम से गार्निश किया है. मशरूम करी ഞാൻ മല്ലിയിലയും ക്രീമും ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ മഷ്റൂം റെഡി ആയി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെ എല്ലാം നല്ലതാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. सब लोग थोड़ा घर में ट्राई करके देखिएगा. रोटी के साथ और चावल के साथ में अच्छा है. Please like, share and subscribe. Thank you for watching.